ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി പി രാജീവ് കൊച്ചി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മൂന്നാമത്തെ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പാണ് കൊച്ചിയിലേത്. കൊച്ചിയിൽ നിന്ന് തീർത്ഥാടകരുമായുള്ള ആദ്യ വിമാനം ഇന്ന് വൈകിട്ട് 5:55 പുറപ്പെടും. സൗദി എയർലൈൻസ് ആണ് കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് നടത്തുന്നത്. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നിങ്ങൾ എന്തിനാണോ പോകുന്നത് അതിനങ്ങ് സമർപ്പിച്ചു. വിമാനത്തിൽ ഒരു ആളുണ്ടായിരിക്കും, ചെല്ലുമ്പോൾ ആളുണ്ടായിരിക്കും, അവിടെ ആവശ്യമായ സൗകര്യങ്ങളുണ്ടാവും. രജിസ്ട്രേഷൻ തുടങ്ങിയെന്ന് മുതൽ ഇനി തിരിച്ച് നിങ്ങളിവിടെ ഇറങ്ങുമ്പോൾ സ്വീകരിച്ച് വണ്ടി കയറ്റി വീട്ടിലേക്ക് വിടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇനിയുണ്ടായിരിക്കും. രാത്രി 8:30 രണ്ടാമത്തെ വിമാനം. ഇരു വിമാനങ്ങളിലും 259 യാത്രക്കാർ വീതമുണ്ടാകും. ജിദ്ദ വഴി മക്കയിലെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ശേഷം മദീന സന്ദർശനത്തിനായി പുറപ്പെടും. മദീനയിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. 6000-ഓളം തീർത്ഥാടകരാണ് കൊച്ചി വിമാനത്താവളം വഴി ഈ വർഷം പോകുന്നത്. കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള 199 തീർത്ഥാടകരും ലക്ഷദ്വീപിൽ നിന്നുള്ള 111 പേരും കൊച്ചി വഴിയാണ് പോകുന്നത്. 21 ഹജ്ജ് വിമാന സർവീസുകളാണ് ആകെ ഉണ്ടാവുക. 30-നാണ് അവസാന വിമാനം കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത്. മീഡിയ 1 കൊച്ചി.